ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അയലയാണ്. വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ച അയല മീനുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 പിരിയമുളക് എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും കൂടി ഒന്ന് വറുത്ത് അരച്ച് കൊണ്ടുവരണം. ഇതാ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ എണ്ണയിൽ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആ കൂട്ടൊന്ന് ഇട്ട് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ചെറുള്ളി ചതച്ചതാണ്, ഇതൊന്ന് ഇട്ടുകൊടുക്കാം. അതിനോട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം. പിന്നെ കുറച്ച് ഒരു 5-6 കാന്താരി മുളകാണ്, അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം എല്ലാ കൂട്ടും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ച കൂട്ട് നല്ലവണ്ണം വഴണ്ട് ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒന്ന് വഴറ്റാം. മഞ്ഞളൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി, ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വഴണ്ട് ഉടഞ്ഞ് വരണം. തക്കാളി എല്ലാം വെന്ത് ഉടഞ്ഞ് ഇതാ ഈ പരുവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ഇതാ നേരത്തെ കാണിച്ച വറ്റൽമുളകും പിരിയമുളകും ഒന്ന് വറുത്ത് അരച്ച കൂട്ടാണത്, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ മസാലക്കൂട്ടിൽ അരപ്പ് നല്ലവണ്ണം യോജിച്ച് വന്നിട്ടുണ്ട്, രണ്ടും കൂടി നല്ലവണ്ണം യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതാ കുടംപുളിയാണ്, ഇത് വെള്ളത്തിട്ട് വെച്ച ചൂട് വെള്ളത്തിട്ട് വെച്ച കുടംപുളിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ അരപ്പ് കഴിയ വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാ ചാറെല്ലാം തിളച്ചു നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ അയിലക്കുട്ടന്മാരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിനോട് മേലെ കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് വിതറിക്കൊണ്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 5 to 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതാ
മീനെല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. ഇത് ചെറിയുള്ളിയും കറിവേപ്പിലും കൂടിയിട്ട് ഉള്ളൊരു വറവാണ്. അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അങ്ങനെ നല്ല രുചിയോടും മണത്തോടും കൂടിയുള്ള നമ്മുടെ മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള മീൻകറി. അയിലക്കറി ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്.